ദായിറ ലോഗിൻ യൂസർ നെയിമും പാസ്വേഡും വെച്ച് സൈൻ ഇൻ ചെയ്യുക. ചെസ് നമ്പർ ജനറേഷൻ എടുത്ത് ഇവൻ്റ് രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്യുക. തുടർന്ന് ജനറേറ്റ് ചെസ് നമ്പർ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ചെസ് നമ്പർ നൽകിയതിന് ശേഷം സ്ഥാപനങ്ങൾക്ക് പാർട്ടിസിപ്പൻസ് റിപ്പോർട്ട് നൽകാവുന്നതാണ്. പാർട്ടിസിപ്പൻസ് ID കാർഡും നൽകാവുന്നതാണ്. പാർട്ടിസിപ്പൻസ് റിപ്പോർട്ട് ക്ലിക്ക് ചെയ്ത് സ്ഥാപനങ്ങൾ സെലക്ട് ചെയ്ത് ഗെറ്റ് പാർട്ടിസിപ്പൻസ് ഡീറ്റെയിൽസ് അടിച്ചാൽ പ്രിന്റ് പാർട്ടിസിപ്പൻസ് റിപ്പോർട്ട് സ്ഥാപനങ്ങളിൽ നിന്നും അപേക്ഷിച്ച വിദ്യാർത്ഥികളുടെ പേര്, ക്ലാസ്, ചെസ് നമ്പർ, കാറ്റഗറി, ഇവൻറ്റ്സ് എന്നിവ അടങ്ങിയ റിപ്പോർട്ട് കിട്ടുന്നതാണ്. പാർട്ടിസിപ്പൻസ് ID കാർഡ് ഓരോ സ്ഥാപനത്തിലെയും പാർട്ടിസിപ്പൻ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ ID കാർഡ് നൽകാവുന്നതാണ്. ചെസ് ലെറ്റർ ജനറേറ്റ് കാറ്റഗറി സെലക്ട് ചെയ്ത് ഇവൻ്റ് സെലക്ട് ചെയ്ത് ഗെറ്റ് ഡീറ്റെയിൽസിൽ പോയാൽ ജനറേറ്റ് ചെസ് ലെറ്റർ എന്ന് ക്ലിക്ക് ചെയ്താൽ ഓട്ടോമാറ്റിക്കായി ജനറേറ്റ് ചെയ്യുന്നതാണ്. എഡിറ്റ് ചെസ് ലെറ്റർ നൽകിയാൽ കോഡ് ലെറ്റർ നൽകാവുന്നതാണ്. കോഡ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്ററിൽ നൽകാൻ ശ്രമിക്കുക. ഇവന്റ് ജഡ്ജസ് റിപ്പോർട്ട് കാറ്റഗറി സെലക്ട് ചെയ്ത് ഇവന്റ് സെലക്ട് ചെയ്ത് ഗെറ്റ് ഡീറ്റെയിൽസ് നൽകിയാൽ ഇവന്റ് റിപ്പോർട്ടുകൾ നൽകാവുന്നതാണ്. ഓരോ ഇവന്റിനും പ്രത്യേകം പ്രിന്റ് നൽകേണ്ടതുണ്ട്. പ്രിന്റ് ഇവന്റ് വൈസ് റിപ്പോർട്ട് നൽകിയാൽ ആ ഇവന്റിൽ മത്സരിക്കുന്ന മത്സരാർത്ഥികളുടെ ഡീറ്റെയിൽസും ചെസ് നമ്പറും കോഡ് ലെറ്ററും അടക്കം ആ വിദ്യാർത്ഥി ആ പ്രോഗ്രാമിന് വന്നതിന് ശേഷം സൈൻ ചെയ്യേണ്ട റിപ്പോർട്ടാണ് ഇവന്റ് വൈസ് റിപ്പോർട്ട്. പ്രിന്റ് ജഡ്ജസ് റിപ്പോർട്ട് 1 എന്നുള്ളതും 3 എന്നുള്ളതും തുല്യമാണ്. 1-ൽ ഒരു ജഡ്ജസിന് നൽകാവുന്നതാണ്. ജഡ്ജസ് 3 എന്നുള്ളത് 3 ജഡ്ജസിന് ഒരു A4-ൽ നൽകാവുന്ന രൂപത്തിലാണ് സെറ്റ് ചെയ്തത്. അതിൽ കോഡ് ലെറ്ററും മാർക്ക് എത്ര എന്നുള്ളത് രേഖപ്പെടുത്താനുള്ള മാർക്ക് എൻട്രി ഷീറ്റാണ്. ഇനി മാർക്ക് എൻട്രി കാറ്റഗറി സെലക്ട് ചെയ്ത് ഇവന്റ് സെലക്ട് ചെയ്ത് ജഡ്ജസ് 1 ആണോ 2 ആണോ 2 ജഡ്ജസ് ആണ് ഇതിൽ എൻട്രി ചെയ്യാവുന്നത്. 1 സെലക്ട് ചെയ്ത് ഗോ എന്നടിച്ചാൽ ചെസ് ലെറ്ററിന് നേരത്തെ നൽകിയ മാർക്ക് എത്രയാണോ അത് എൻട്രി ചെയ്യുക. കൺഫേം ആൻഡ് സബ്മിറ്റ് നൽകുക. വീണ്ടും ജഡ്ജസ് 2-ലേക്ക് പോയി മാർക്ക് എൻട്രി ചെയ്യുക. മാർക്ക് എൻട്രി 1 മാർക്കാണെങ്കിലും 2 ജഡ്ജസിന്റെ മാർക്ക് എൻട്രി ചെയ്യേണ്ടതാണ്. ഇനി പ്രോഗ്രാം സമ്മറി ഇവന്റ് വൈസ് കാറ്റഗറി സെലക്ട് ചെയ്ത് ഇവന്റ് സെലക്ട് ചെയ്ത് ഇവിടെ കാണുന്ന എൻട്രി ലെവൽ എന്ന് കാണാം. ഇപ്പോൾ മാർക്ക് എൻട്രി ചെയ്തിട്ടുണ്ട് എന്നാണ് അർത്ഥം. അതല്ല ചെസ് ലെറ്റർ നോട്ട് ഇഷ്യൂഡ് മാർക്ക് 1 മിസ്സിംഗ് എന്ന് കാണിച്ചാൽ ഇതൊന്നും ചെയ്തിട്ടില്ല എന്നാണ് അർത്ഥം. നേരത്തെ മാർക്ക് എൻട്രി കഴിഞ്ഞതിന് ശേഷം പ്രോസസ് മാർക്ക് എന്ന് ക്ലിക്ക് ചെയ്യുക. പ്രോസസ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ റിസൾട്ടിലേക്ക് കടക്കുന്നില്ല, പ്രോസസ്സ് മാത്രമാണ് നടക്കുന്നത്. ഇനി പ്രോസസ് റിസൾട്ട് വീണ്ടും ക്ലിക്ക് ചെയ്ത് കൺഫേം പ്രോസസ് കൊടുക്കുക. ഇപ്പോൾ ഒരു ഇവന്റ് ഫുൾ റിസൾട്ടിലേക്ക് കടന്നു.
ഇനി സ്കോർ കാർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് വൈസ് ക്ലിക്ക് ചെയ്താൽ സ്ഥാപനങ്ങളിലെ ഏറ്റവും ടോപ്പ് മാർക്ക് ലഭിക്കാവുന്നതാണ്. ഓരോ കാറ്റഗറി തിരിച്ചുള്ള മാർക്ക് ഇവിടെ ലഭ്യമാണ്. ടോട്ടൽ ആർക്കാണോ കിട്ടിയത് അതും ഇവിടെ ലഭ്യമാണ്. സ്കോർ കാർഡ് ഇവന്റ് വൈസ് ക്ലിക്ക് ചെയ്താൽ ഓരോ സ്ഥാപനത്തിൽ നിന്നും ഓരോ ഇവന്റിന് ആർക്കാണോ കിട്ടിയത് അത് ലഭ്യമാവും. ഇൻഡിവിജ്വൽ ചാമ്പ്യൻഷിപ്പ് കാറ്റഗറീസ് തിരിച്ചുള്ള ഇൻഡിവിജ്വൽ ആണ്. അതല്ല ഓൾ കാറ്റഗറി ആണെങ്കിൽ അങ്ങനെയും ലഭ്യമാവും. ഇനി വിന്നേഴ്സ് ലിസ്റ്റ് കാറ്റഗറി സെലക്ട് ചെയ്ത് ഇവന്റ് സെലക്ട് ചെയ്താൽ വിന്നേഴ്സ് ലിസ്റ്റിൽ ലഭ്യമാണ്.